അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വിഷയം എന്താണെന്ന് നോക്കാം. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാനും ഉടനെ ആഗ്രഹിച്ച ജോലി ലഭിക്കാനും പെട്ടെന്ന് വീട് പണി പൂർത്തിയാക്കാനും ഇരു ലോകത്തും സോലിഹായ ഇണയെ കിട്ടാനും വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനും എല്ലാ കടങ്ങളും മാറി സമാധാനം ജീവിതത്തിൽ കിട്ടാനും സർവ്വ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും സർവ്വ ദുഃഖങ്ങൾക്കും ഏറ്റവും മഹത്വവും ശക്തിയുമുള്ള ഒരു ആത്മീയ വഴിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവിധ സർവ്വ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരമാർഗം ഖുർആനിൽ തന്നെയുണ്ട്. അതിലാർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഖുർആൻ ഓതി നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ, എല്ലാ ഹലാലായ, എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട സർവ്വ ദുഃഖ പ്രശ്ന ഖുർആനിക പരിഹാര മാർഗമുണ്ട്. ഇത് ഓതുന്നവർക്ക് സ്വർഗം ഉറപ്പു പറയുന്നു. ഇത് ഓതിയാൽ മലക്കുകളുടെ പൂർണ്ണ സംരക്ഷണം നമുക്ക് ഉറപ്പു പറയുന്നുണ്ട്. ശൈത്താന് ഏറ്റവും പേടിയുള്ള, ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് കാവൽ നൽകുന്ന, സിഹ്ർ ചെയ്യുന്നവരെ നമ്മളിലേക്ക് അടുപ്പിക്കാത്ത പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും മഹത്വമുള്ള വചനം പരിശുദ്ധ ഖുർആനിൻ്റെ നേതാവായ ബഖറ സൂറത്തിലെ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്താണ് ആയത്തുൽ കുർസി. എല്ലാവരും എല്ലാ ഫർള് നിസ്കാര ശേഷവും നിർബന്ധമായും പതിവാക്കേണ്ട ആയത്താണിത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പുറത്തുനിന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ആയത്ത് നിങ്ങൾ നിർബന്ധമായും പതിവാക്കുക. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളോ യാതൊരു വിഷമങ്ങളോ ഇല്ലാതെ ഈ ആയത്ത് നിങ്ങൾക്ക് കാവലായി മാറുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലകത്തേക്ക് പ്രവേശിക്കുമ്പോഴും ഈ ആയത്ത് നിർബന്ധമായും പതിവാക്കുക. അതേപോലെ കണ്ണേറ്, സിഹ്റിൽ നിന്നും രക്ഷ നേടാനും ഈ ആയത്ത് നമുക്ക് പതിവാക്കാവുന്നതാണ്. അതേപോലെ ഈ ആയത്ത് ഒരു തവണയെങ്കിലും ഒരു ദിവസം രാത്രി നിങ്ങൾ പതിവാക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കൽ വന്ന് ചോദിച്ചു, നബിയെ, എനിക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന, വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ നബിയെ എന്ന്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ആയത്തുൽ കുർസി പതിവാക്കുക. ഈ ആയത്ത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുന്നതായിരിക്കും എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ആയത്ത് നിർബന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ആയത്തുൽ കുർസിയുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം. അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയുന്നതല്ല. അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. ഇത്രയും മഹത്വമുള്ള, ഇത്രയും ശക്തിയുള്ള ഈ ആയത്ത്
നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും പതിവാക്കുക. ഈ ആയത്ത് നിങ്ങൾ 313 തവണ ഒരു ദിവസം ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് നിഷ്പ്രയാസം ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരും 313 തവണ ഈ ആയത്ത് നിർബന്ധമായും പതിവാക്കുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.